ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وفي روايته وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. ആദരണീയരായ സത്യവിശ്വാസികളെ, ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും കൈവിൻപടി പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമെന്ന് ആമുഖത്തിൽ എന്നോടെന്ന പോലെ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സീറത്തുൻ നബവിയ്യ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിത ചരിത്രം, അതിൻ്റെ വിവിധ അധ്യായങ്ങളാണ് ഏതാനും ഖുതുബകളിലൂടെ നമ്മൾ പരാമർശിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് ഖുതുബയിലും, ഒന്നാം ഖുതുബയിലും രണ്ടാം ഖുതുബയിലും നാം വിശദീകരിച്ച സുപ്രധാനമായ ചരിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹു നാഫിയ ഇൽമിനെ നൽകുമാറാകട്ടെ. അതിനോടനുബന്ധമായി പറയേണ്ട ആനക്കലഹം എന്ന വളരെ പ്രസിദ്ധമായ ചരിത്രത്തെക്കുറിച്ച് രണ്ടാം ഖുതുബയിൽ ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് സന്ദർഭോചിതമായി സത്യവിശ്വാസികളായ മുവഹ്ഹിദീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെയധികം മനസ്സിന് അങ്ങേയറ്റം ആനന്ദമുണ്ടാകുന്ന, ആദർശത്തിൻ്റെ ഒരു കുളിർമയായി നമുക്ക് ആവേശമുണ്ടാകുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ സ്വീകരിക്കപ്പെടുന്ന ഇസ്ലാമിലെ പാർട്ടി അത് അഹ്ലുസുന്ന വൽ ജമാഅ എന്നതിൽ തർക്കമില്ലല്ലോ. എന്താണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ? അഹ്ല് എന്ന് പറഞ്ഞാൽ ആൾക്കാരെന്നാണ്. സുന്ന എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റുന്ന ആൾക്കാർ. വൽ ജമാഅ എന്ന് പറഞ്ഞാലോ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകത്ത് ഖിയാമത്ത് നാൾ വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും വേണ്ടി മാതൃകയാക്കി അല്ലാഹു തആല നിലനിർത്തിയ സ്വഹാബത്തുൽ കിറാം എന്ന സ്വഹാബികളുടെ മാർഗമാണ്. അപ്പോൾ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ ആർക്കും തർക്കമില്ല. അള്ളാഹുവിൻ്റെയും ആ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ആ റസൂൽ സമയെ പിൻപറ്റിയ സ്വഹാബത്തിൻ്റെയും സുന്ദരമായ ഇസ്ലാമിക പാത സ്വീകരിക്കുന്ന ആൾക്കാർ. അതിലൊന്നാമത്തെ പ്രസിഡൻ്റ് ആരാണ്?
അഹ്ലുസുന്ന വൽ ജമാഅ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൻ്റെ ഒന്നാമത്തെ പ്രസിഡന്റ് ആരാണ് സഹോദരങ്ങളെ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ പ്രസിഡന്റ് അല്ലേ? അന്ന് നമ്മളെ നാട്ടിലൊക്കെ ഒരു മതസംഘടനയിലും രാഷ്ട്രീയ സംഘടനയിലൊക്കെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ തന്നെ പേരൊന്നും ഇല്ല എന്നുള്ളൂ. അന്ന് എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് ഒന്നാമത്തെ റയീസ് പണ്ഡിതനും നേതാവും അഷ്റഫുൽ ഖൽഖും ഒക്കെയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ആ കെടാവിളക്ക്, ആ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആ ദീപശിഖ ആരെയാണ് ഏൽപ്പിച്ചത്? തർക്കമില്ല, മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെ കൈകളിലാണ് ഏൽപ്പിച്ചത്. ഹിജ്റ 110 വർഷം വരെ ഏകദേശം ആ വിളക്ക് അങ്ങനെ തന്നെ യാതൊരു മാറ്റത്തിരുത്തൽക്കും വിധേയമാകാത്ത വിധം അള്ളാഹ് ഇഷ്ടപ്പെട്ട രീതിയിൽ അത് രണ്ടാമത്തെ ഒരു ജമാഅത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അതാരാണ് ജമാഅത്ത്? താബിഈങ്ങൾ അഥവാ താബിഈങ്ങൾ എന്ന് പറയും. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ കണ്ട് ചാണിന് ചാണായും ഇടത്തിന് ഇടമായും ആ പാത പിൻപറ്റിയവർ. പിന്നീട് ഒരു 100 വർഷം കഴിഞ്ഞതിന് ശേഷം ആ വിളക്ക് അങ്ങനെ തന്നെ അണയാതെ അടുത്ത ഒരു ജമാഅത്തിനെ ഏൽപ്പിച്ചു. അതേതാ കൂട്ടായ്മ? തബഉ താബിഈൻ എന്ന് പറയും. അതാരാണ്? സ്വഹാബത്തിനെ കണ്ട് ദീൻ പഠിച്ചവരെ കണ്ട് ദീൻ പഠിച്ചവർ. ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൽ മുമ്പ് പറഞ്ഞു, വിജയിക്കുന്ന ഒരേ കക്ഷിയേ ഉള്ളൂ, സ്വർഗത്തിൻ്റെ പാതയിലെത്തുന്ന ഒരു വിഭാഗമേ ഉള്ളൂ. അതാണ് സ്വഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, അവരാരാണ് അല്ലാഹുവിൻ്റെ ഹബീബേ? അവിടുന്ന് പറഞ്ഞു, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബീ, ഞാനും എൻ്റെ സ്വഹാബികളും ഇന്നേ ദിവസം ഏതൊരു മൻഹജിലാണോ മാർഗത്തിലാണോ അവരാണ് ജയിക്കുന്നവർ. മറ്റൊരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഖൈറു ഉമ്മത്തി ഖർനി, എൻ്റെ സമുദായത്തിലെ ഏറ്റവും നല്ല നൂറ്റാണ്ട് അത് എന്നോടൊപ്പം എന്നോടൊപ്പം ജീവിച്ച ഏകദേശം ഒരു നൂറ്റാണ്ട് കാലം ഈ എൻ്റെ വഫാത്തിന് ശേഷം ഈ സൗദിയിൽ ജീവിച്ച ഒന്നാമത്തെ വിഭാഗമായ സ്വഹാബത്താണ്. ആരോടെ പറയുന്നത്? നമ്മളോടൊക്കെ പറയാണ് എൻ്റെ സമുദായത്തിൽ ഏറ്റവും നല്ല തലമുറ സ്വഹാബത്താണ്. പിന്നീട് പറഞ്ഞു സുമ്മല്ലദീന യലൂനഹും, ആ 100 കൊല്ലത്തിന് ശേഷം പിന്നീട് വരുന്ന അടുത്ത 100 കൊല്ലത്തെ ഒരു ജനത കൊണ്ടതാണ് താബിഈങ്ങൾ, അവരാണ് സ്വഹാബത്തെ പിന്നീട് ഏറ്റവും നല്ലവർ. വീണ്ടും പറഞ്ഞു സുമ്മല്ലദീന യലൂനഹും, ആ 100 കൊല്ലം കഴിഞ്ഞ് പിന്നെയും വരാൻ പോകുന്ന മൂന്നാമത്തെ തലമുറ ഈ 300 കൊല്ലത്തെ സമുദായമാണ് അഹ്ലുസുന്ന വൽ ജമാഅ. റസൂലിൻ്റെ സുന്ദരമായ ഇസ്ലാമിക പാത സ്വീകരിച്ചവർ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ആ മാർഗത്തെ പൂർണ്ണമായും ഫോളോ ചെയ്യണം. അപ്പോൾ ആ മാർഗത്തെ ഇന്ന് നമ്മൾ എങ്ങനെ ഫോളോ ചെയ്യും? സഹാബികൾ മരണപ്പെട്ടു പോയിട്ട് ഏകദേശം 1200 ചില്ലാൻ വർഷങ്ങൾ കഴിഞ്ഞു. പിന്നെ എങ്ങനെ അവരെ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. അവർ നമുക്ക് വിട്ടേച്ചു പോയൊരു പാതയുണ്ട്. ആ പാതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തഖൂമ സാഅ, ലോകം ഒരിക്കലും തന്നെ അവസാനിക്കുകയില്ല. ഏത് രൂപത്തിൽ? ലാ തസാലു ത്വായിഫതൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാഹ്. ലോകാവസാനം വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആ മൻഹജിനെ ഫോളോ ചെയ്യുന്ന ഒരു സംഘം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അള്ളാഹിൻ്റെ സുന്നത്ത് പ്രകാരം ഉണ്ടാകും. പരിമിതമായ സമയമാണ് ഖുതുബകൾ ഉള്ളത് എന്നുകൊണ്ട് ദൈർഘ്യമേറിയ ചരിത്രത്തെ ഞാൻ ചുരുക്കി കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരികയാണ്. ആ ദീപശിഖ അണയാതെ ലോകത്ത് എല്ലായിടത്തും ഉണ്ടെങ്കിലേ ഇന്ന് മതമേഖലയിൽ നിന്ന് കൃത്യമായ ഇസ്ലാം മുന്നോട്ട് വെച്ച തൗഹീദും ശിർക്കും സുന്നത്തും ബിദ്അത്തുകളും അതുപോലെ ഹറാം ഹലാലുകളും അതുപോലെ തന്നെ കൃത്യമായ ത്വരീഖും മൻഹജും അഖീദയും എന്താണെന്ന് ഖിയാമത്ത് നാൾ വരെയുള്ള ഒരാൾക്ക് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. ഈ കേരളക്കരയിൽ നമുക്കറിയാം, ആ മഹത്തായ റസൂലിൻ്റെ പാർട്ടിയിൽ നിന്ന് ആ കെടാവിളക്ക് ഏറ്റുവാങ്ങിയ ഒരു മഹത്തായ പണ്ഡിത സഭ ഈ കേരളത്തിൽ ആദ്യമായി ഉണ്ടായി. അതാണ് കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്ന കേരളത്തിലെ ഇന്ത്യൻ ഭരണഘടന ആക്ട് പ്രകാരം ആദ്യമായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു മത സംഘടനയാണ്. അത് രാഷ്ട്രീയ സംഘടനയല്ല, അത് ജനങ്ങൾക്കിടയിൽ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്ന സംഘടനയല്ല. മറിച്ച് അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാൻ വേണ്ടി കേരളത്തിൽ വന്നതാണ്. 19-ാം നൂറ്റാണ്ടിൽ മലബാർ മുസ്ലിം സമുദായത്തിൻ്റെ ചരിത്രം
നാം ഇങ്ങനെ മറിച്ചു വരുമ്പോൾ 1920, 21, 22, 23 ഈ കാലഘട്ടങ്ങളിൽ മുസ്ലിം സമുദായത്തിൽ ത്വരീഖത്തിൻ്റെ വേലിയേറ്റങ്ങളായിരുന്നു, സൂഫികളുടെ പ്രവേശനമായിരുന്നു, കള്ളപ്രവാചകന്മാർ അഴിഞ്ഞാടുന്ന കാലഘട്ടമായിരുന്നു, ഹദീസ് നിഷേധികളെ കൊണ്ട് നിലനിൽക്കുന്ന മൊയ്സത്തുകളെ തള്ളിക്കൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ ജീവിതത്തിൽ അഭൗതികമായ രീതിയിലുള്ള ഭയങ്ങൾ, ആത്മാവുകളെക്കുറിച്ചും റൂഹുകളെക്കുറിച്ചും ജിന്ന് പിശാചുക്കളെക്കുറിച്ചും കുട്ടിച്ചാത്ത സേവന്മാരെക്കുറിച്ചും അനാവശ്യമായ ഭയപ്പാടുകളുള്ള അന്ധവിശ്വാസങ്ങൾ നിലനിർന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഉറുക്കും ഏലസും മൈക്കല്ലും കുപ്പികളും തകിടുകളും പിഞ്ഞാണത്തിൽ എഴുതലും കുടിക്കലും കലക്കലും അല്ലേ, ഇളക്കലും മൂതലും അടിച്ചോടിക്കലും കൂക്കലും കുഴൽ നിലവിളിയും ഒക്കെയായി അന്ധവിശ്വാസങ്ങളുടെ ഒരു മാറാപ്പ് പേറിയ സമുദായത്തിനിടയിലേക്കാണ് ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അതുപോലെ റസൂലുള്ളാഹി വരുന്ന കാലത്തുണ്ടായി ജിന്ന് പിശാചുകളെ കുറിച്ച് അന്ധവിശ്വാസങ്ങൾ, മലായിക്കത്തുകളെ കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങൾ, നക്ഷത്രങ്ങളെക്കുറിച്ച്, ഗോളങ്ങളെക്കുറിച്ച്, ആകാശമേലാപ്പുകളെക്കുറിച്ച്, അമ്പിയാക്കളെക്കുറിച്ച്, ഔലിയാക്കളെക്കുറിച്ച്, കല്ലുകളെക്കുറിച്ച്, ബിംബങ്ങളെക്കുറിച്ച് അനവധി കെട്ടുകഥകളും അന്ധവിശ്വാസങ്ങളും പലതരത്തിലുള്ള വൈകല്യം നിറഞ്ഞ വിചിത്രം നിറഞ്ഞ ആരാധനാ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തിനേക്കാൾ കൂടുതലായിരുന്നു ഡാർക്ക് ഏജ്. ആ കാലഘട്ടത്തിൽ ആ റസൂലിനെ അവിടേക്ക് നിയോഗിച്ച് സകലമാണ് അന്ധവിശ്വാസ അനാചാരങ്ങളെയും പൂർണ്ണമായി ആ സമുദായത്തിൻ്റെ മുതുകത്തുണ്ടായിരുന്ന ബാണ്ടക്കെട്ടുകൾ വലിച്ചെറിഞ്ഞ് ഭാരമില്ലാത്ത ലളിത സുന്ദരമായ പരിശുദ്ധ ഇസ്ലാമിനെ റസൂലുള്ളാഹി അവർക്ക് കൊടുക്കുകയും ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യ സമൂഹത്തിനും മാതൃകയാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രൈമറി ഓഡിയൻസ് എന്ന സഖാക്കളെ അല്ലാഹു തആല റളിയല്ലാഹു അൻഹും വറദു അൻഹു എന്ന സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് വിട്ടുതരികയും ചെയ്തിട്ടുണ്ട്. ആ പാതയിലൂടെ ഈ കേരളക്കരയിൽ ഉണ്ടാക്കിയ ഈ സംഘം ഖുർആനിൻ്റെ സുന്നത്തിൻ്റെ പേരിലാണ് സഹോദരങ്ങളെ രൂപീകരിക്കപ്പെട്ടത്. ആ സ്വഹാബത്തിൻ്റെ പാതയിലാണ് രൂപീകരിക്കപ്പെട്ടത്. പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ, തൗഹീദിൻ്റെ ഉജ്ജ്വലമായ ആദർശം ആ ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ വിളിച്ചു തേടാവൂ. ആ റബ്ബിന് പുറമെ നിങ്ങൾ ഒരാളിലേക്കും നിങ്ങൾ സഹായം തേടരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തവക്കുൽ ചെയ്യുന്നത് റബ്ബിലാണ്, ഖബറുകളിലല്ല, ഏലസിലല്ല, ഉറുക്കിലല്ല. അതുപോലെ തന്നെ അത്തരത്തിലുള്ള വ്യാജസിദ്ധന്മാർ, വ്യാജ കറാമത്തുകൾ, അങ്ങനെയുള്ള ഐതിഹ്യങ്ങൾ, കെട്ടുകഥകൾ ഇതെല്ലാം സമുദായത്തിന് മുമ്പിൽ വേർതിരിച്ച് ഖുർആനും ഹദീസും വെച്ച് പഠനം നടത്തി ആളുകൾ മാഷാ അല്ലാഹ് ആ മഹത്തായ ആദർശം സ്വീകരിക്കുന്ന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ 1926 ഈ മഹത്തായ റസൂലിൻ്റെ അധ്യാപനമനുസരിച്ചുണ്ടാക്കിയ ജമാഅത്തിൽ നിന്ന്, ആ തറവാട്ടിൽ നിന്ന് ആദ്യമായി നമുക്കറിയാം ചില പുരോഹിതന്മാർ, നമ്മുടെ മലയാള ഭാഷ ചില ആളുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പുരോഹിതന്മാർ, പൗരോഹിത്യം എന്നൊക്കെ പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാർ അവരെന്ത് ചെയ്തു? ഈ ജമാഅത്തിൽ നിന്ന് കൂടൊഴിഞ്ഞു പോയി. കാരണം ഈ രൂപത്തിൽ മരണപ്പെട്ടു പോയ ആളുകളുടെ പേരിൽ 3ആയും 7ആയും 40ആയും ആണ്ടായും അടിയന്തരമായും കത്തപ്പുരക്ക് വെച്ച് കെട്ടിയും അകമോത്തും പുറമോത്തും ഒക്കെ ആയി നടക്കുന്നവർ, അതുപോലെ തന്നെ ഖുതുബിയത്തും റാത്തിബുകളും മൗലീദുകളും അദ്ദാദുകളും അതുപോലെ തുടങ്ങി പല 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 അന്ധവിശ്വാസങ്ങൾ സൂഫികളിലൂടെയും ഷിയാക്കളിലൂടെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പാതക്ക് വിരുദ്ധമായ പല ശൈഖന്മാരുടെ പേരുണ്ടാക്കിയ ത്വരീഖത്ത് പ്രസ്ഥാനങ്ങളിലൂടെയും എന്തൊക്കെ അന്ധവിശ്വാസങ്ങളുണ്ടോ അതെല്ലാം കേരളക്കരയിൽ അണിഞ്ഞാടുന്ന സന്ദർഭത്തിലാണ് അവരതിൽ നിർമ്മാർജ്ജനം ചെയ്യാൻ ഈ ജമാഅത്തുണ്ടാക്കിയത്. അതിൽ ഷാഫി മദ്ഹബിലെ പ്രഗത്ഭ പണ്ഡിതന്മാർ പോലും അന്ന് ഒപ്പുവെച്ചുകൊണ്ട് ആ ജമാഅത്തിന് വേണ്ടിയും അതിൻ്റെ ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്ത ചരിത്രം നമുക്ക് പല യുവാക്കൾക്കും അറിയില്ല. 10-75 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ കേരളത്തിലുണ്ടായിരുന്ന ഇരുട്ടെന്താണ്? ആ ഇരുട്ട് ഇവിടെ മാറി എങ്ങനെയാണ് ഇന്ന് നാം കാണുന്ന വെളിച്ചം വന്നത്? ആ ഇരുട്ടിൻ്റെ പൂജകന്മാരാരായിരുന്നു? ഈ വെളിച്ചത്തിന് വേണ്ടി പരിശ്രമിച്ചവരാരായിരുന്നു? ഇതെല്ലാം ഇന്ന് ചരിത്രത്തിൽ സംസ്കരിക്കപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 70 വയസ്സ് മുമ്പുള്ള കാലവന്മാരോട് ചോദിച്ചറിയേണ്ട പല ചരിത്രങ്ങളും ഇന്നത്തെ ജനറേഷന് അറിയില്ല. പ്രിയമുള്ളവരെ, പഠിക്കണം. നമ്മൾ സ്വഹാബത്തിൻ്റെ ത്യാഗം പഠിച്ചതുപോലെ ഈ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്ന കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന പണ്ഡിത സഭ ഈ മാർഗത്തിന് വേണ്ടി പരിശ്രമിച്ചപ്പോൾ അനുഭവിച്ച ത്യാഗങ്ങൾ, അതിൻ്റെ ഇന്നലെയുള്ള ചരിത്രത്തിൻ്റെ പുറംഭാഗങ്ങൾ നാം ഒന്ന് കണ്ണോടിക്കണം, ഹൃദയവായന നടത്തണം.
ആ പാതയിൽ നിന്നും ഈ തറവാട്ടിൽ നിന്നും 26-ൽ മാറിപ്പോയി. അവർ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും വിളിച്ചുകൊണ്ട് കടന്നു വന്ന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നവോത്ഥാന പരിവർത്തനങ്ങളെ കുറ്റം പറയാൻ വേണ്ടി കടന്നു വന്നു. എന്നിട്ട് അവർ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയും മതപരമായ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയുള്ള ആത്മീയ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും അതുപോലത്തെ സമൂഹത്തിലുള്ള സാംസ്കാരികമായ കാര്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി സാംസ്കാരികമായിട്ടുമൊക്കെ അവരെ ഉദ്ദീപിപ്പിക്കുവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നിങ്ങൾ വയന്നു പറഞ്ഞു കൊടുക്കുക. ഖുതുബ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അറബിയിലാണ്. അപ്പം ചില ആൾക്കാർ ചോദിക്കും, നമ്മൾ അറബിയിലല്ലേ പറയേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ മാത്രമല്ല സ്വഹാബത്തിന് ഉപദേശിച്ചതും കടയിൽ പോയിട്ട് ചായ വാങ്ങിയതും പഞ്ചസാര ചോദിച്ചൊക്കെ അറബിയിൽ തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മളതൊക്കെ അറബിയാക്കേണ്ടി വരും. അങ്ങനല്ല അതിനെ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുതുബത്താനി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഖുതുബകളുണ്ട്. യജ്ലിസു ബൈനഹുമാ, ആ ഖുതുബകൾക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് സെക്കൻഡ് ഒന്ന് ഇരിക്കും. പിന്നെ വീണ്ടും വയുദക്കിറുന്നാസ് ബിൽ ഖുർആനി വസുന്ന, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തുകൾ ഖുർആൻ ഓതി അവരെ വയതു പറഞ്ഞ് ഉപദേശിക്കും. അപ്പോൾ ഈ ഇരിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് എനിക്ക് ഈ ഉപകാരങ്ങൾ ഫലപ്രദമാകണമെങ്കിൽ ഞാനിവിടെ ഉറുദുവിലോ കന്നഡയിലോ അറബിയിലോ പറഞ്ഞ വല്ല കാര്യമുണ്ടോ? ഇല്ല, മലയാളത്തിൽ തന്നെ പറയണം. അതുകൊണ്ടാണ് ഖുതുബയുടെ ഉദ്ദേശത്തെക്കുറിച്ച് ഷാഫി മദ്ഹബ് എന്ന മദ്ഹബിൽ പ്രഗൽഭമായ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പോലും പറഞ്ഞു, അൽ ഖുതുബത്തു ഐ അർക്കാനുഹാ ബി അറബിയ്യ, ഖുതുബ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർക്കാനുകൾ അത് അറബിയാകൽ നിർബന്ധമാണ്. ഞാൻ ആമുഖത്തിൽ ഹംദും ചൊല്ലി സ്വലാത്ത് ചൊല്ലി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു, ഖുതുബത്തിൽ ആജ പറഞ്ഞു, ഖുർആനിൽ ആയത്തോതി. ഇത് എന്താണ്? അറബിയിലാകെ നിർബന്ധം, അറബിയിലാണ്. പിന്നെ വഅർക്കാനുഹാ, അതിൻ്റെ തൂണുകളാണ് ഷാഫി മദ്ഹബ് പറയാം. എന്നാൽ വദൂനമാ അദാഹാ, അതല്ലാത്ത ഉപദേശം അത് അവരുടെ ഭാഷയിലാകാം. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ജനങ്ങൾ നമ്മുടെ ഖുതുബകൾ കേട്ടു, ക്ലാസുകൾ കേട്ട് മാറി വരാൻ തുടങ്ങിയപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ തറവാട്ടിൽ ഇറങ്ങിപ്പോയ സമസ്ത എന്ന പേര് ഞാൻ പറയുന്നത് ഇവിടെ പ്രസ്ഥാന തർക്കത്തിന് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ പേരിൽ ഒരു അഹ്ലു സുന്ന വ്യാജമായി ഉണ്ടാക്കിയവർ ആ കാലഘട്ടത്തിൽ അത്തത്തെ പുരോഹിതന്മാരെ പറഞ്ഞു, മലയാള ഭാഷ ആര്യനെ ഇത്താണ്, ആ മുസ്ലിങ്ങളുടെ ഭാഷയെ നമ്മൾ പറയാൻ പാടില്ല. നല്ല മലയാളത്തിൽ ഇന്നത്തെ പോലെ ഖുതുബ പറഞ്ഞാൽ പ്രസംഗിച്ചാൽ ഇസ്ലാമിൽ നിന്ന് ഔട്ടാകുന്ന ഒരു കാലം നമ്മുടെ കാരണവന്മാരോട് ചോദിച്ചാൽ അവർക്കറിയാം. ഇന്ന് ശുദ്ധ മലയാളത്തിൽ അവർ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി, എഴുതാൻ തുടങ്ങി, ഖുതുബ പറയാൻ തുടങ്ങി. അതിനുവേണ്ടി ഒരു കാലത്ത് ആക്ഷേപങ്ങൾ കേട്ടവരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഇംഗ്ലീഷ് ഭാഷയിൽ ജനങ്ങൾക്ക് ഒരു ബോധമുണ്ടാകാനും വിദ്യാഭ്യാസ രംഗത്ത് പുരോഗമനമുണ്ടാകാനും അന്ന് പരിശ്രമിച്ചു. കാരണം ഇവിടെ ഇസ്ലാമിക പ്രസ്ഥാനം പിന്നെ ഈ ജമയത്തിൽ വരുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം ഇവിടെ ഉണ്ടായിരുന്ന ഇരുട്ടെന്താണ്. സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പോലും പറയുന്നത് എന്താണ്? വിറക് കോരികളും എന്താണ് അല്ല വെള്ളക്കോരികളും വിറക് വെട്ടികളും. അതെ, OBC മുസ്ലിമിൻ്റെ ഒരു മുദ്ര അതായിരുന്നു. വിറക് കോരി വെള്ളം കോരികളും വിറക് വെട്ടികളും. ആ അവസ്ഥയിൽ ഇന്ന് ഇസ്ലാം മുസ്ലിം കൈരളി വിദ്യാഭ്യാസമായി എത്ര പുരോഗതി. ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ഇംഗ്ലീഷ് ഭാഷ നരകത്തിൻ്റെ ഭാഷയാണെന്നും അത് പഠിപ്പിക്കുന്നവരുടെ കൂടെ പോകാൻ പാടില്ല എന്നും അന്നത്തെ പുരോഹിതന്മാർ ഫത്വ ഇറക്കി. ഇന്ന് നമ്മൾ ചോദ്യം ചെയ്തു. കാരണം സംഘടനയുടെ പേര് വരെ ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷിൽ സാഹിബിൻ്റെ സൂട്ടും കോട്ടും അറബി രാജ്യങ്ങളിലൊക്കെ പോയി നല്ല ഇംഗ്ലീഷിൽ പറയുന്ന വലിയ വലിയ മൗല്യന്മാർ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ സാഹിബിൻ്റെ ഭാഷ, നരകത്തിൻ്റെ ഭാഷ എന്തിനാ കൂട്ടുകാരെ പഠിപ്പിക്കുന്നത്? മൗല്യന്മാരെ നരകത്തിലെത്തിയാൽ തമ്മിൽ സംസാരിക്കാനാണോ എന്ന് ചോദിക്കേണ്ടി വന്നു. അത് നരകത്തിൻ്റെ ഭാഷയാണെങ്കിൽ അവിടെ തമ്മിൽ പറയും മനസ്സിലാക്കണ്ടേ? അതിനാണോ ചോദിച്ചു? അല്ല, അത് ബ്രിട്ടീഷുകാരുള്ള വിരോധം കൊണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരൊന്നുമില്ലേ? വിരോധം കൊണ്ടാണെങ്കിൽ ഇന്ന് ഇംഗ്ലീഷ് ഭാഷ ഒഴിവാക്കണ്ടേ? അപ്പം പറഞ്ഞു അത് അന്നത്തെ ഒലമാക്കളെ തക്കവൻ്റെ ഊക്കൊണ്ടാണ്. അപ്പോൾ ചോദിച്ചു ഇപ്പോഴത്തെ ഒലമാക്കളൊക്കെ തക്കവ ഈക്കാം? അല്ല, പുരോഹിത വർഗം യഥാർത്ഥത്തിൽ ഇക്കാലത്തും അവരുടെ അനുയായികളെ ചിന്തിക്കാൻ വിടൂല, അവരെ ബുദ്ധിവർത്തിക്കാൻ വിടൂല. അതുകൊണ്ട് തന്നെ കത്തനാര് പറഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് മതം എന്നതുപോലെ ഒരു മുസ്ലിയാർ പറഞ്ഞാൽ ഒരു മുസൽമാൻ മതം എന്ന പൗരോഹിത്യം കേരളത്തിലുണ്ടായിരുന്നു. ആ അന്ധകാരത്തിനാണ് ഈ കേരള ജംഇയ്യത്തുൽ ഉലമ സമുദായത്തെ ഉദ്ദീപിച്ചെടുത്തത്. അല്ലേ? മദ്രസ പഠനം ശാസ്ത്രീയമായ രീതിയിൽ ഇവിടെ തുടങ്ങി. ശാസ്ത്രീയമായ രീതിയിൽ തുടങ്ങി. ആരാ തുടങ്ങിയത്? നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ചെറുപ്പക്കാർക്ക് ഇതൊന്നും അറിയില്ല. ചാലകത്ത് കുഞ്ഞു മുഹമ്മദ് അസീസ് സാഹിബ് എന്ന KM മൗലവി സാഹിബിൻ്റെ എഴുത്തുകാരൻ, ആ ചാലകത്ത് കുഞ്ഞു മുഹമ്മദ് സാഹിബ് അന്ന് കുഴപ്പത്തൊടി കുടുംബത്തിൻ്റെ വഖഫ് സ്വത്ത് ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് മദ്രസകളിൽ ബെഞ്ചും ഡെസ്കും വെച്ച്
ബോർഡ് വെച്ച് കുട്ടികളും അധ്യാപകരും കൃത്യമായി ഇരുന്നും നിന്നും ക്ലാസ് എടുക്കുന്ന ശാസ്ത്രീയ ശൈലി. എത്ര ഭംഗിയുള്ള ശൈലിയാണ്. എല്ലാവരും പകർത്തി. ആ കാലഘട്ടത്തിൽ ചാനലകത്താണ് ആദ്യം തുടങ്ങിയ 910 ശേഷം. അന്നത്തെ പുരോഹിതന്മാർ ഉസ്താദുമാർ വന്നിട്ട് പറഞ്ഞു, അല്ലാ ഇത് അയാളുടെ അടയാളാണ്. കാരണം ഖുർആൻ അശ്രദ്ധപ്പെടുന്നു പറഞ്ഞിരിക്കുന്നത്. അശ്രദ്ധപ്പെടുക മലയാളം അന്നത്തെ ഉയർത്തപ്പെടുക. അപ്പോൾ ഒരു കയ്യിൻ്റെ ഉയർത്തിൽ ബോർഡും എങ്ങനെ എഴുതുമ്പോൾ അപ്പോൾ ഖുർആൻ ഉയർത്തുന്നു റസൂൽ പറഞ്ഞിട്ട് തന്നെ എന്താണ് അടയാളം. പിന്നെ പറഞ്ഞ് ഖുർആൻ അപമതിക്കുന്ന കാലം വരും പറഞ്ഞിരിക്കുന്നത്. അതെന്താ ബോർഡുമ്മൽ ചോക്കൊണ്ട് ഖുർആൻ്റെ ആയത്ത് എഴുതുമ്പോൾ പൊടി രാത്രി പോകുമ്പോൾ ചവിട്ടുമല്ലോ. ഇങ്ങനെ ന്യായീകരിച്ച് അന്ന് മദ്രസ പഠനത്തെ മുടക്കി. മാത്രമല്ല അന്ന് മദ്രസയിലേക്ക് കുട്ടികൾ പോകാൻ രംഗത്ത് വന്നപ്പോൾ ആ പണ്ഡിത വേഷധാരികൾ പാട്ടുപാടി. എന്താ ഒരു കാലത്തും അറിവാളൻ ഇബ്നു തൈമിയ മുൻകാലം ളലാലത്തിൻ്റെ വിത്ത് പാകിയ കോലം ജഹന്നമിൻ്റെ ആഖിറിലെ മീമാം മദ്രസയുടെ ആദ്യവും ജഹന്നമാം. അറബി മലയാളത്തിൽ അന്ന് അച്ചടിച്ച് വന്ന പാട്ടാണ്. ഇത് മിൻബർമതി ഞാൻ പാടുന്നത് എന്തുകൊണ്ടാണോ? ഇത് മാലമൗലിദ് പോലെ പാടി പറഞ്ഞു കൊടുക്കേണ്ടതാക്കിയത് തന്നെയാണ്. ഷിർക്കിൻ്റെ ഗൗരവം പാടുന്ന പോലെ ഇത് പറഞ്ഞു തന്നെ കൊടുക്കണം. എന്താ ഇത് സ്ഥിതി? ഒരു കാലത്ത് കുട്ടികളെ ഞങ്ങൾ മദ്രസയ്ക്ക് പോലെ വിടരുത്. കാരണം എന്താ? അത് ഇബ്നു തൈമിയ എന്നൊരു ഫിത്തനക്കാരൻ കൊണ്ടുവന്ന സംഗതിയാണ്. അങ്ങോട്ട് വിട്ടാൽ അത് നരകത്തിലേക്കാണ് പോകാൻ. ജഹന്നം എന്ന് എഴുതിയ അറബി പദം ജഹന്നം എഴുതുമ്പോൾ അവസാനത്തെ അക്ഷരം മീമല്ലേ? ആ ജഹന്നം എന്ന മീമ കൊണ്ടാണ് മദ്രസ എന്ന ആദ്യ മീമാണ് മദ്രസൻ്റെ തുടക്കം. അവിടെ മദ്രസ കൂടെ പോയ നരകത്തേക്ക് എത്തും. അന്ന് പാടിയതാ. ഇന്ന് ഇവിടെ എത്തി മദ്രസയ്ക്ക് വേണ്ടി തമ്മിൽ ടച്ചിട്ട് കമ്പിപ്പാര മൂർത്താവ് കൂടെ കയറി അണ്ണാക്കുന്നതിന് പുറത്തേക്ക് കയറി. 2600 മദ്രസ ഉണ്ട് ഞങ്ങൾക്ക്, അല്ല 4800 ജമിയത്തുൽ ഉലമ ഞങ്ങൾക്ക് തർക്കിക്കുകയാണ്. നമുക്ക് മദ്രസ എത്താൻ വേണ്ടിയല്ല അന്ന് ഈ പ്രയാസം അനുഭവിച്ചത്. ഇവർ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രംഗത്തും മതരംഗത്തും പുരോഗതിയിലെത്തണമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ അന്ന് പൗരോഹിത്യം ചെങ്ങലക്കെട്ടുകൾ കൊണ്ട് ഉമ്മത്തിനെ വരിയാൻ ശ്രമിച്ചു. 1920കളിൽ മലബാർ കലാപമുണ്ടായി, കോളറ ബാധിച്ചു. ആ കാലഘട്ടത്തിൽ നമുക്കറിയാം അനാഥ മക്കളുണ്ടായി, രക്ഷിതാക്കൾ മരണപ്പെട്ടു. ആ രക്ഷിതാക്കളെ മരണപ്പെട്ടുപോയ മക്കളെ സംരക്ഷിക്കാൻ അന്നത്തെ അമുസ്ലിങ്ങൾ അനാഥശാലകൾ ഉണ്ടാക്കി. മുസ്ലിം സമുദായത്തിലെ പുരോഹിതന്മാർ ഈ ഖുറാഫാത്ത് അവരെ മണ്ടിക്ക് അടിച്ച് കയറ്റി ചൂഷണം ചെയ്യല്ലാതെ അവർക്ക് വല്ല പുരോഗതി ഉണ്ടാക്കി കൊടുക്കുമോ? ഇല്ല. കെ മൗലവി സാഹിബ് റഹ്മഹുല്ലാ തിരൂരങ്ങാടിയിലെ രാഷ്ട്രീയ മത അമരക്കാരൻ ചരിത്രത്തിൻ്റെ പിന്നാമ്പുകളിലേക്ക് പോകുമ്പോൾ കേട്ടുകേൾവിയുള്ള കെ മൗലവി MK ഹാജി തിരൂരങ്ങാടിയിൽ യത്തീംഖാന ഉണ്ടാക്കി. അതിനു മുമ്പ് കോഴിക്കോട് JDTയിൽ അബ്ദുറഹ്മാൻ സാഹിബ് യത്തീംഖാന ഉണ്ടാക്കി. അങ്ങനെ 2 യത്തീംഖാന ഇവിടെ വന്നപ്പോൾ ഈ മലയാള ഭാഷയും ഇംഗ്ലീഷിനെയും അറബി മദ്രസ പഠനത്തെ വിമർശിച്ച പുരോഹിതന്മാർ പറഞ്ഞു അത് യത്തീമുൽ ഖാനഹുവാണ്, യത്തീമിനെ വെച്ച് പൈസ ഉണ്ടാക്കലാണ്. ഞങ്ങളുടെ നാടിനടുത്തുള്ള കുളപ്പുറം, ആ കുളപ്പുറത്ത് അന്നത്തെ വലിയ ഒരു മൂല്യർ കച്ചാനം സ്വദേശി പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഒരു വലിയ വാതിൽ പങ്കെടുത്തിട്ട് ആ അതിൻ്റെ അവസാനത്തിൽ 10 സ്വലാത്ത് ചൊല്ലിയിട്ട് പറഞ്ഞു, ഇവിടെ തിരങ്ങാടി വഹാബികൾ ഉണ്ടാക്കാൻ പോകുന്ന യത്തീംഖാന പൊളിഞ്ഞു പോകട്ടെ. ഒരു യത്തീമിനെ സംരക്ഷിച്ചാൽ സ്വർഗത്തിൽ ഞാനും അവൻ ഇങ്ങനെയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പുണ്യകർമ്മമാണിത്. ആ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തെ ആശ്ലേഷിക്കേണ്ടതിന് പകരം പ്രശംസിക്കേണ്ടതിന് പകരം ദുആ ചെയ്ത് ബർക്കത്തുകൾ നൽകാൻ അല്ലാഹുവിനെ പ്രാർത്ഥിക്കേണ്ടതിന് പകരം നശിച്ചു പോകട്ടെ. പക്ഷേ ആ വ്യാജ 10 തട്ടിപ്പൻ സ്വലാത്ത് കൊണ്ടും ആ വ്യാജ ദുആ കൊണ്ട് എന്താ ഉണ്ടായത്? ഈ കേരളക്കരയിൽ നമുക്കറിയാം ചെമ്മാട് മുതൽ കക്കാട് വരെ മത ഭൗതിക സാമൂഹിക സാംസ്കാരിക സ്ഥാപനങ്ങളുടെ സമുച്ചയം ഒരു നിര തന്നെ അവിടെ ഉണ്ടായി. അപ്പോൾ റബ്ബ് പറഞ്ഞതാണ് പഠിക്കണം, മനസ്സിലാക്കണം, ഇൽമ നേടണം. മനസ്സിലൊക്കെ ത്വരീഖൻ യൽതമിസു ബിഹിൽ ഇൽമ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. അറിവ് നേടുന്നവർ സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് എളുപ്പമെത്തും. അതിനുവേണ്ടി പരിശ്രമിച്ച കേരള ജമിയത്തുൽ ഉലമ ആ 1920 യത്തീംഖാന ഉണ്ടാക്കി. ഇവിടെ നടക്കുമ്പോൾ അന്ന് കോളറ ബാധിച്ച് മരിച്ച ആ വീടുകളിൽ മൗലിദ് നടത്തലായിരുന്നു അന്നത്തെ പുരോഹിതന്മാരുടെ സ്വഭാവം. എന്താ മൗലിദ്? ഈ കോളറ വസൂരി എന്നൊക്കെ പറഞ്ഞാൽ പഴമക്കാരായ ആൾക്കാർ ചോദിച്ചു നോക്കി തലമത്തൊട്ടി എന്നാ പറയാ അല്ലേ? കോളറ എന്നാൽ തലമത്തൊട്ടി. തലമത്തൊട്ടിയാണ് എന്താ? ഇക്കാലം വയറ്റ് നോക്ക്. അതിന് ഡോക്ടറെ കാണിച്ച് മരുന്ന് കുടിക്കുന്നതിന് പകരം അന്ന് പണ്ഡിതന്മാർ പറഞ്ഞിടത്താണ് മൗലിദ് കഴിക്കണം. എന്നാൽ മൗലിദിന് വേണ്ട ഫുഡ് നല്ല പോത്തിനെ കാലിന് അറുത്തിട്ട് നെയ്ച്ചോറ്. പിന്നെ എങ്ങനെ ഉണ്ടാവും വയറ്റ് നോക്ക്. ആലോചിച്ച് നോക്കി നിങ്ങൾ. ഈ സമുദായത്തിന് അക്കലുണ്ടോ? ഈ പുരോഹിതന്മാർ ആ കാലഘട്ടത്തിൽ പറഞ്ഞു കൊടുത്ത അന്ധവിശ്വാസങ്ങളാണ്. എന്നിട്ട് വീട് വിടാൻ തന്നെ ബലിബലി നടത്തിയിരുന്നു. ആ കാലഘട്ടത്തിൽ യത്തീമുകളെ സംരക്ഷിച്ച സ്ഥാപനങ്ങളുണ്ടാക്കി, അവരെ ഉദ്ദീപിപ്പിച്ചു കൊണ്ടുവന്നു. പ്രിയമുള്ള മുമ്പിൽ നിങ്ങൾ ഇങ്ങനെ ഈ കേരളക്കരയിൽ
എല്ലാ നിലക്കും സമത്വമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. എന്താ അവിടുത്തെ സമത്വത്തിൻ്റെ അവസ്ഥ? അന്നത്തെ ഹൈന്ദവ മതങ്ങളിൽ ഉള്ള സവർണ മേധാവിത്വം പോലെ ഉച്ചനീതത്വങ്ങളും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്നു, ഇല്ലേ? പഴയ കാലത്ത് തങ്ങൾ മോലിയാർ ഐദീദ് എന്നൊക്കെ പറയാം, വലിയ സ്ഥാനം, നക്ഷത്രമായി. ഓലെ ചെറിയ കുട്ടികളെ വരെ നിങ്ങളേന്ന് വിളിക്കണം. എന്താ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്? ബഹുമാനിക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ പൗരോഹിത്യം അങ്ങനെ പഠിപ്പിക്കും. തങ്ങന്മാരെ കയ്യും കാലും കഴുകി വെള്ളം കുടിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. കൊണ്ടോട്ടി തങ്ങന്മാർ മരിച്ചിട്ട് അവരെ മയ്യത്ത് കുളിപ്പിച്ച വെള്ളത്തിന് വരുന്ന സമുദായമാണ് മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ എത്ര നാണക്കേടുണ്ട് സഹോദരങ്ങളെ. കൊണ്ടോട്ടി തങ്ങന്മാരെ മരിച്ചിട്ട് പോലെ മയ്യത്ത് കുളിപ്പിച്ച വള്ളത്തിന് വരിക്കുക. ഇന്ന് വെള്ള വസ്ത്രം ധരിച്ച് തലപ്പാവ് ധരിച്ച് നല്ല AMWയിലും ഉന്നതമായ കാറിലുമൊക്കെ പടപട പൊട്ടിച്ചു പോകുന്ന ഈ പൗരോഹിത്യം ആ കാലഘട്ടത്തിൽ ഇരുട്ടിലേക്ക് വലിച്ചവരാ. നവോത്ഥാനത്തിൻ്റെ ശത്രുക്കളായിരുന്നു. ഈ ചരിത്രത്തെ തമസ്കരിച്ചുകൊണ്ട് ഇരുട്ടിൻ്റെ പൂജകന്മാർ ഞങ്ങളാണ് ഇവിടെ വിലച്ചം വരുത്തിയത് എന്ന് സമൂഹത്തിൽ പറയുമ്പോൾ ഇത് മെമ്പറിലും പ്രഭാഷണങ്ങളിലും എല്ലായിടങ്ങളിലും ജനങ്ങൾ പഠിപ്പിക്കൽ മുസ്ലിമീങ്ങളായി നമ്മുടെ ബാധ്യത. നമ്മളിൽ നിന്ന് പഠിക്കണമല്ലോ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ബാർബർ താഴ്ന്ന ജാതിക്കാരനായിരുന്നു. ബാർബർ താഴ്ന്ന ജാതി. വസാൻ ഓൻ്റെ കല്യാണം കഴിക്കാൻ പാടില്ല, ഓനെ പെരഞ്ഞൊക്കെ ചെലവിന് കയറ്റാൻ പാടില്ല. ഇതിലെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഖബറുമായി മല്ലിടുന്ന മുക്രി താഴ്ന്ന വിഭാഗമായിരുന്നു. കടപ്പുറത്ത് ബോട്ടിൽ കയറി കടലുമായി മല്ലിടുന്ന ആൾക്കാർ ഭൂസലാന്മാർ താഴ്ന്ന അകത്തെ പള്ളിയിൽ കയറ്റാൻ പാടില്ലായിരുന്നു. ഇങ്ങനെ അന്യമതത്തിലെ പുച്ഛനീചത്വം പോലെയുള്ള ഈ പുച്ഛനീചത്വം മാറ്റിയെടുത്തത് കേരള ജമിയത്തുൽ ആയത്ത് ഹദീസും പറഞ്ഞു കൊടുത്തു. യാ അയ്യുഹന്നാസ് ഇന്ന റബ്ബക്കും വാഹിദ് ഇന്ന അബാക്കും വാഹിദ്. മനുഷ്യരെ നിങ്ങളുടെ റബ്ബൊന്നാണ്, നിങ്ങളുടെ വാപ്പയൊന്നാണ്. ആദമിൽ നിന്നാണ് നിങ്ങളെല്ലാവരും ഉണ്ടായത്. കറുത്തവനും വെളുത്തവനും എല്ലാം അള്ളാഹിൻ്റെ മുമ്പിൽ സമന്മാരാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം കൊണ്ടല്ലാതെ. ആയത്തോതി ഹദീസോതി ഞങ്ങൾ ഉദ്ദീപിച്ചു, നന്നായി, മാറ്റമുണ്ടായി. ആ മാറ്റം ഇന്ന് ആ പുരോഹിതന്മാർക്കിടയിൽ പോലും ഉണ്ടായി, അല്ലേ? എന്നാലോചിച്ച് നോക്ക് നിങ്ങൾ. മതത്തിലേക്ക് വന്നവനെ കളിയാക്കുന്ന കാലം മതത്തിൽ കൂടിയ നബിസ്താത്താൻ്റെ മോളെ കുട്ടി. നബിസ്താത്ത കൂടിയിട്ട് 90 കഴിഞ്ഞു. എന്നാലും പറയലെന്താ കൂടിയ നബിസ്താത്താൻ്റെ മോളെ കുട്ടി. അങ്ങനെ എല്ലാ നിലക്കും, അല്ലേ? പാൻറ് വന്ന കാലത്ത് വിമർശിച്ചില്ലേ? എങ്ങനെയുള്ള കുട്ടി അതിനുള്ളിലേക്ക് കയറിയാന്ന് ചോദിച്ചു. മുടി വളർത്താൻ സ്വാതന്ത്ര്യം ഉണ്ടായില്ല. മുട്ടത്തലയിട്ട് നടക്കണ്ട. 2 ആഴ്ചയിലൊരിക്കൽ മുടി മുട്ടടിച്ച് പള്ളിക്ക് കയറ്റില്ല. ഇവിടെ കഴിഞ്ഞുപോയ കാലഘട്ടമാണ്. ഇങ്ങനെ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തും ആപാത ചൂട് മതം പതിച്ചു പോയ ഒരു സമുദായം ഖുർആനും സുന്നത്തും വിട്ടുപോയി. ബൈനാരായ ഒരു മൊയ്തീന്മാരാ. ആഴ്ചക്ക് ഒരു ഖുത്ബിനെ റാത്തീബ്, മാസത്തിലൊരു ഖുത്ബിയത്ത്. ഇതല്ലേ സമുദായത്തിൻ്റെ അവസ്ഥ. രോഗം വന്ന കുപ്പി തകിട് ഏലസ് ഐക്കല്ല് വിഞ്ഞാത്തിലേത് ഊത്ത് പരിപാടിക്ക് ഡോക്ടറെ കാണിക്കാനോ ഇല്ല. പ്രസവവേദന കൊണ്ട് പുളകാൻ കൊണ്ട പെണ്ണുങ്ങൾ പോലും നഫീസന്മാരെ പാടി പ്രസവിക്കണമെന്ന് ഇന്നും പ്രസവിക്കുന്ന ആൾക്കാരുണ്ട്. ആ കാലഘട്ടത്തിൽ അത് തന്നെയായിരുന്നു. അപ്പോൾ ആ ഇരുണ്ട യുഗത്തിൽ നിന്ന് റസൂൽ എങ്ങനെയാണ് ജാഹിലിയത്തിനെ സംസ്കരിച്ചത്, അതുപോലെയാണ് കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ പണ്ഡിത സഭ ഈ സമൂഹത്തെ സംസ്കരിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ ജമാഅത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ആ ജമാഅത്ത് മുന്നോട്ട് വെക്കുന്ന വിശ്വാസ കർമാചാരങ്ങൾ 100 അഹ്ലു സുന്നയാണെന്ന് ബോധ്യപ്പെട്ട് നാം അതിൻ്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും നമ്മുടെ ഇൽമ കൊണ്ടും നമ്മൾ ഇൻഷാ അല്ലാഹ് സന്നിഹിതരാവുക. അല്ലാഹു തആല ആ അഹ്ലു സുന്ന വൽ ജമാഅയുടെ മാർഗത്തിൽ ജീവിച്ച് മരിച്ച് സ്വർഗ്ഗത്തിലെത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടൊന്ന് പോലെ ഓർമ്മപ്പെടുത്തുകയാണ്. സീറത്തുൻ നബവിയിൽ വളരെ അടിസ്ഥാനപരമായി നാം പഠിക്കേണ്ട 3-4 ചരിത്രങ്ങൾ കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞു. അതിൽ പൂർണ്ണമാക്കാത്തൊരു വിഷയമായിരുന്നു പരിശുദ്ധ കഅബാലയം പൊളിക്കാൻ വേണ്ടി അബ്രഹത്തും ആനപ്പടയും വന്ന ഒരു സംഭവം. അതിൻ്റെ ആമുഖം കേൾക്കാത്തവർ ഈ ഖുത്ബയിൽ ഉണ്ടെങ്കിൽ, കഴിഞ്ഞ ഖുത്ബ ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ, മറന്നുപോയവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് ആ ചരിത്രം മാത്രം അവസാനിപ്പിക്കുകയാണ്. അതായത് നമുക്കറിയാം, അന്ന് എത്യോപ്യ ഭരിച്ചിരുന്ന നജാഷി രാജാവ്, ഇസ്ലാം സ്വീകരിച്ച നജാഷി ഉണ്ട്, അയാൾ വാപ്പയാണ്. ആ നജാഷി രാജാവ് ഭരണം നടത്തുന്ന
ആ എത്യോപ്യയോട് ഒപ്പം തന്നെയാണ് യമൻ സ്ഥിതി ചെയ്യുന്നത്. ആ യമനിലെ ഷിയാക്കളായിരുന്നു ഭൂരിപക്ഷം. എത്യോപ്യൻ ഭരണാധികാരി ക്രിസ്ത്യാനിയാണ്. എത്യോപ്യയിൽ കുറച്ച് യമനിൽ കുറച്ച് ക്രിസ്ത്യാനികളെ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ ജൂതന്മാർ അവരെ ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തപ്പോൾ എത്യോപ്യയിൽ നിന്ന് നജാഷി രാജാവ് യമനിലേക്ക് വലിയൊരു സൈന്യത്തെ അയച്ചു കൊടുത്ത് ആ ജൂതന്മാരെ അടിച്ചൊതുക്കി ഭരണം പിടിച്ചെടുത്തു. ആ ഭരണം പിടിച്ചെടുത്ത് അവിടെ ഭരണകർത്താവായി അവിടെ ഗവർണറായി നിയോഗിച്ചിരുന്നത് യഥാർത്ഥത്തിൽ ആരെയായിരുന്നു? അത് അബ്രഹ് ഇബ്നു സബാഹ എന്ന് പറഞ്ഞ അബ്രഹത്ത് രാജാവിനെയായിരുന്നു. ആ രാജാവിന് കാബാലയത്തിനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. വാണിജ്യ മേഖലയിൽ അവധി ആളുകൾ വന്നു പോകുന്നത് കൊണ്ട് ആ കാബ എങ്ങനെയെങ്കിലും ആൾക്കാർ പോകാതായി ഇങ്ങോട്ട് വരണം. അതിനുവേണ്ടി അദ്ദേഹം യമനിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കോടാനുകോടി വില മതിക്കുന്ന മെറ്റീരിയൽസ് കൊണ്ടുവന്നുകൊണ്ട് ഒരു കനീസ നിർമ്മിച്ചു. എന്ന കനീസാണ് വലിയൊരു ചർച്ച്, കാബാലയം പോലെ. ആളുകളൊക്കെ അങ്ങോട്ട് വരുമെന്ന് വിചാരിച്ച് അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഖുസാ ഗോത്രത്തിൽ ബനൂ കിനാന ഗോത്രത്തിൽപ്പെട്ട ഒരു അവിവേകിയായ ചെക്കൻ ഇതിനോടുള്ള പ്രതിഷേധം കൊണ്ട് എന്ത് ചെയ്തു? ആ കനീസൻ്റെ ഉള്ളിൽ പോയിട്ട് മലമൂത്ര വിസർജനം ചെയ്തു. ഇതിൽ വൈരാഗ്യം കൊണ്ട അബ്രഹത്ത് രാജാവ് 80-ൽ പരം ആനകളും 60,000-ഓളം വരുന്ന ഭടന്മാരുമായി പരിശുദ്ധ കാബാലയം പൊളിക്കാൻ വേണ്ടി വന്നു. ഇനിയാണ് നാം പറയാനുള്ള ബാക്കി ചരിത്രം. ഇതുവരെ കഴിഞ്ഞ ഖുത്ബയിൽ നാം പറഞ്ഞതാണ്. ആ പൊളിക്കാൻ വേണ്ടി വന്നു. വഴിമധ്യേ കണ്ട സൈന്യങ്ങളെയും അബൂ ത്വാലിബിൻ്റെ മക്ക പരിസരത്തുള്ള മുഴുവൻ ഒട്ടകങ്ങളെയും അരിഞ്ഞു വീഴ്ത്തിയവർ. കാരണം എന്താ? പോക്കിരികളാണ്, തകർക്കാൻ കഴിയാത്തവരാണ്. ആ രൂപത്തിൽ അവർ മുന്നോട്ട് വന്നു. അങ്ങനെ നമുക്കറിയാം, അവിടെ എത്തി അബ്രഹത്ത് അന്നത്തെ കഅബയുടെ നേതാവായ അബൂ ത്വാലിബിനെ വിളിപ്പിച്ചു. അബൂ ത്വാലിബിനോട് പറഞ്ഞു, ഞങ്ങളൊരു മാന്യത ഉണ്ട്, നേരെ വന്ന് അടിക്കണമെന്നില്ല, ഇങ്ങനെ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് കഅബ പൊളിക്കണം, ഒരു രക്ഷയില്ല, എന്തെങ്കിലും ഉപാധി നിങ്ങൾക്ക് വെക്കാണ്ടോ എന്ന് വെച്ചു. എന്തെങ്കിലും ഉപാധി വെക്കാണ്ടോ എന്ന് വെച്ചപ്പോൾ അബൂ ത്വാലിബ് ആ പറഞ്ഞ കാര്യത്തിൽ വലിയ ഗൗരവമൊന്നും കൊടുത്തില്ല. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, അതിൻ്റെ ഉപാധിയല്ല എനിക്ക് വെക്കാനുള്ളത്. പിന്നെ വെച്ചു, നിങ്ങൾ വരുന്ന വഴിയിൽ എൻ്റെ 200 ഒട്ടകങ്ങളെ നിങ്ങൾ അരിഞ്ഞു കൊന്നിട്ടുണ്ട്, ആ ഒട്ടകങ്ങൾ എനിക്ക് കിട്ടണമെന്നാണ്. അതിൽ അബ്രഹത്ത് രാജാവ് അന്തം വിട്ട് അത്ഭുതപ്പെട്ട് കണ്ട് ചോദിക്കുകയാണെന്ന്, ഞങ്ങൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയം തകർക്കാനാണ് വരുന്നത്, നിങ്ങൾക്ക് അതിനെ പറ്റിയൊന്ന് ഞങ്ങളോട് പറയട്ടെ, കയ്യകാലം പിടിക്കാനൊന്നുമില്ലേ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, എനിക്ക് എൻ്റെ 200 ഒട്ടകങ്ങൾ കിട്ടിയാൽ മതി. അബ്രഹത്ത് രാജാവ് അത്ഭുതപ്പെട്ടു. ഇങ്ങനെ ഉണ്ടാവും ഒരു മനുഷ്യന്മാർ? നമ്മുടെ നാട്ടിൽ നമ്മളൊരു പള്ളി പിടിക്കാൻ മറ്റൊരു വരുന്നുണ്ട് കാരണം ആത്മാർത്ഥമുള്ള ആൾക്കാരെ വയ്ക്കുക, ഇന്ത്യക്കാരുടെ സ്ഥിതി. അപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ അബൂ ത്വാലിബ് പറഞ്ഞൊരു രസകരമായ മറുപടി ഉണ്ട്. മുസ്ലിങ്ങളായ നമ്മക്കില്ലാത്ത തവക്കുൽ ആ മക്കത്തന്നത്തെ ജാഹിലായ അബൂ ത്വാലിബിനുണ്ട്. എന്താണോ? അബൂ ത്വാലിബ് അവിടുന്ന് പറഞ്ഞു, ഇന്നി അന റബ്ബു ഇബ്ലിക് വ ഇന്ന ലിൽ ബൈത്തി റബ്ബൻ സയംനഹു. ഇന്നി ഇബ്ലി റബ്ബിൽ, ഇത് അരിഞ്ഞു വീഴ്ത്തി 200 ഒട്ടകത്തിൻ്റെ റബ്ബുണ്ടല്ലോ, യജമാനൻ, അത് ഞാനാണ്. അത് പോയ എൻ്റെ കായ് പോകും, എനിക്കെൻ്റെ മുഖത്ത് മുതൽ കിട്ടണം. എന്നാൽ വൈനീലൊക്കെ നീ തകർക്കാൻ പോകുന്ന കാബാലയുണ്ട്, അത് എൻ്റെ ഭവനല്ല, അതിൻ്റെ റബ്ബ് അള്ളയാണ്, ആ അള്ള നോക്കിക്കൊള്ളുന്നത്. ഓരോ തവക്കുൽ നോക്കി, ആ ബോധം നോക്കി, അത് അള്ള സംരക്ഷിക്കുന്നത്. അവസാനം 200 ഒട്ടകങ്ങൾ കൊടുത്ത് അബൂ ത്വാലിബിനോട് പറഞ്ഞു, ഞങ്ങൾ പൊളിക്കാൻ പോകണം, മാറിക്കണം. എല്ലാവരും വീണാക്കു നിൽക്കാൻ അബൂ ത്വാലിബ് കയറി. അങ്ങനെ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അതിൻ്റെ അടുത്തേക്ക് 80 ആനകളും അബ്രഹത്തിൻ്റെ പടയാളികളും വന്നു. ഹറമിൻ്റെ തൊട്ട് മുമ്പെത്തി ആനപ്പട അവിടെ സ്റ്റക്കായി. ഒരു കാല് പോലും എടുത്തു വെക്കാൻ പറ്റുന്നില്ല. അറബികൾക്കാണെങ്കിൽ ആനകളുമായി യുദ്ധം ചെയ്ത് പരിചയമില്ല. അതുകൊണ്ട് അബൂ ത്വാലിബ് കൂട്ടരൊക്കെ പെര കാലിയാക്കി കൊടുത്ത് സ്ഥലം കാലി കൊടുത്ത് എല്ലാവരും കുന്നുമ്മൽ കയറി കാഴ്ചക്കാരെ നിൽക്കുക. അള്ള ഇടപെടുന്ന ആർക്കറിയാം? അബൂ ത്വാലിബിൻ്റെ അവിടെ വെച്ചിട്ട് കൈകൾ നിർത്തി ദുആ ചെയ്തു, അല്ലാഹുമ്മ യാ റബ്ബ ഹാദിൽ ബൈത്ത്, ഈ കാബത്തിൻ്റെ റബ്ബേ, ഇവിടെ നിന്റെ ദീനിൽ ഏറ്റവും നിനക്ക് കോപമുള്ള കുരിശ് സ്ഥാപിക്കപ്പെടാൻ പാടില്ല, ഞങ്ങളെ ഈ ശത്രുക്കൾക്ക് നേരെ നീ സഹായിക്കണേ എന്ന് അബൂ ത്വാലിബ് അവിടെ വെച്ച് റബ്ബിനോട് തേടി. ഇന്ന് ആ അബൂ ത്വാലിബിൻ്റെ ആദർശം പേറുന്ന ചില അതേ പേരുള്ള മനുഷ്യന്മാർ അല്ലേ, അബൂബക്കറും അബ്ദുല്ലക്കീന്നൊക്കെ പേരുള്ള പല മനുഷ്യന്മാരും ഇതേ പ്രതിസന്ധി വന്നപ്പോൾ അവിടെ ബദരികളെ വിളിച്ച് തേടിയെന്നാണ് കൂളാക്കി പറഞ്ഞത്. എവിടെ എത്തി സുന്നത്ത് ജമാഅത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഈമാൻ? റസൂലുള്ളാഹി ദുആ ചെയ്തു, അല്ല അബൂ ത്വാലിബ് ദുആ ചെയ്തു. ആ അബൂ ത്വാലിബിൻ്റെ ഈമാൻ പോലും ഇന്നത്തെ ആൾക്കാർക്ക് ഇല്ലേന്ന് നമുക്ക് ചോദിക്കേണ്ടി വരിക. എന്താ സംഭവിച്ചത്?
അറഅയ്തല്ലദീ, എന്താണ് സംഭവിച്ചത്? അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മകൂൽ. റസൂൽ ജനിക്കണ മുമ്പുണ്ടായ സംഭവത്തെ പറ്റി അള്ളാഹു റസൂലിന് വഹി കിട്ടിയ അള്ളാഹ്ക്ക് തന്ന ആയത്ത്. അന്നത്തെ സംഭവം ആനക്കലഹം നിങ്ങൾ കണ്ടില്ലേ? കൂരാറ്റക്കളികൾ പോലെ പക്ഷികൾ മൂന്ന് കല്ലാണ് ഒരു പക്ഷിൻ്റെ അടുത്ത്. തൊള്ളിയിലൊന്ന്, രണ്ട് കാലുമൽ ഓരോന്ന്, ഇത്ര പോകുന്ന ചെറിയ കല്ല്. അത് നരകത്തിൻ്റെ ഹാമീമിൽ നിന്ന് ചൂടേറിയ വേവിച്ച കല്ലുകളാണ്. അള്ളാഹിൻ്റെ സൈന്യം എന്നൊക്കെ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നമുക്ക് എന്താ സെറ്റപ്പ് വേണം? ഒരു രാജ്യത്തിന് അടിക്കണമെങ്കിൽ എത്ര കോടികൾ ചിലവാണ്. അതന്നെ ലക്ഷ്യത്തിൽ എത്തുമല്ലേ? ഒരു ഉറപ്പില്ല അല്ലേ? ഇസ്രായേലിനും അമേരിക്കൊക്കെ എത്ര കോടികളാണ് ചിലവായത്. അള്ളാഹു താരയുടെ സൈന്യം തന്നെ എത്ര പോകുന്ന കൂരാറ്റക്കിളിയാണ്. നരകത്തിൻ്റെ കല്ലുകൾ ആനമ്മലും സൈന്യത്തിൽ നിന്ന് തട്ടിയിട്ട് ചവച്ചു തുപ്പിയിട്ട വൈക്കോൽ കൂനകളെ പോലെ അവിടെ നിരമ്പരാശി. ഹറമിൻ്റെ പുട്ട് അതിൽ എടുത്ത് കയറാൻ പറ്റില്ല. ഇതാണ് അബൂ താലിബ് പ്രാർത്ഥിച്ച പ്രാർത്ഥന. അബൂ താലിബ് അബ്രഹത്തിനോട് പറഞ്ഞു, 200 ഒട്ടകത്തിൻ്റെ റബ്ബ് ഞാൻ കിടന്നവ, അത് അള്ളാഹ് നോക്കിക്കോളൂ. ഖലാസ്. പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഇതിന് ശേഷമാണ് 55 ദിവസം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കാൻ പോകുന്നത്. നാളത്തെ അടുത്ത ആഴ്ച നമ്മൾ ഖുതുബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതകരമായ ജനനവും അനുബന്ധമായ സംഭവ വികാസങ്ങളുമാണ് പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സീറത്തുൻ നബവിയ്യ എന്ന പ്രവാചക ചരിത്രത്തെയും കേരളത്തിൽ ആ പ്രവാചകൻ്റെ അഹ്ലുസുന്ന കൊണ്ടു നടക്കുന്ന കേരള ജമിയത്തുലമയുടെ കൃത്യമായ പാതയെ പഠിച്ചു മനസ്സിലാക്കി യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു വരുമാറാകട്ടെ. യഥാർത്ഥ ഇസ്ലാമിൻ്റെ വെളിച്ചം അത് നെഞ്ചിലേന്തി സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ഇൽമ കൊണ്ടും മാനസികമായ ഒരു ആ അനുഭവം കൊണ്ടുപോലും അതിനെ സഹായിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് ഈ മേഖലയിൽ കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് അള്ളാഹുവിൻ്റെ ലോകത്തേക്ക് മടങ്ങിയവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളുടെയും മക്കളുടെയും കുടുംബങ്ങളുടെയും ഭാര്യ ഭർത്താക്കന്മാരുടെയും എല്ലാ മുഅ്മിനീങ്ങൾക്ക് കബർ അള്ളാഹു മഅഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ റബ്ബിൻ്റെ കോടതിയിൽ അള്ളാഹുവിൻ്റെ വിചാരണ എളുപ്പമാക്കി തരട്ടെ. മഹ്ശറിൽ നമുക്കെല്ലാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹൗദുൽ കൗസർ ലഭിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا صلاتنا وصيامنا وركوعنا وسجودنا واعتذارنا يا أرحم الراحمين. اللهم صل وسلم وبارك على هذا النبي العظيم. سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين. أقول قولي هذا أستغفر الله لي ولكم وجميع المسلمين من كل ذنب واستغفروه إنه الغفور الرحيم. أقم الصلاة. الله أكبر الله أكبر أشهد أن لا إله